വളരെ സ്വാഗതാർഹമായ മൂവ്മെൻ്റാണ് 2020 ജനങ്ങളുടെ പ്രതികരണം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് 2020 മൂവ്മെൻറ്റിനെ വളരെയേറെ പ്രതീക്ഷയോടെയാണ് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ നോക്കിക്കാണുന്നത് എന്നാണ്. വിദേശത്തുള്ളതും കേരളത്തിന് പുറത്തുള്ളതുമായ നിരവധി പേരാണ് സാബു എം ജേക്കബിനും 2020 പാർട്ടിക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വിളിക്കുന്നത്. അവരെല്ലാം ഈ പാർട്ടിയുടെ വളർച്ചയിൽ വളരെയേറെ താല്പര്യവും ആത്മാർത്ഥതയും ഉള്ളവരാണ്. അത്തരത്തിൽ ഞങ്ങൾക്ക് ലഭിച്ച ഒരു പ്രതികരണമാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ റോസൻ ജോൺ മുംബൈയിൽ നിന്നും പ്രതികരിക്കുന്നു. ഇദ്ദേഹം ഭാരത് പെട്രോളിയം മുംബൈ റിഫൈനറിയിൽ സീനിയർ ഓപ്പറേഷൻസ് മാനേജരായി സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ്. ഹലോ സുനിൽ, ഞാൻ സാബു ജേക്കബിൻ്റെ സ്പീച്ചസും സാബു ജേക്കബിൻ്റെ 2020 എന്ന് പറഞ്ഞ പാർട്ടിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ഞാൻ കേട്ടു. ഇതൊരു വെൽക്കം ഡെവലപ്മെൻ്റ് ആണ്. കേരളയിലെ പോളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാഗ്നേഷൻ ലെവലിൽ എത്തി. ഹിസ്റ്റോറിക്കലായിട്ട് നമ്മൾ നോക്കുമ്പോൾ ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇൻ കേരളയുടെ ആദ്യത്തെ ഫൗണ്ടിങ് ലീഡേഴ്സൊക്കെ എന്ന് പറഞ്ഞാൽ they were men and women with vision. കേരളയിലെ സൊസൈറ്റി എന്ന് നമ്മൾ പറയുമ്പോൾ when you look at Kerala society, അത് എക്സ്ട്രീംലി സ്ട്രാറ്റിഫൈഡ് സൊസൈറ്റി ആയിരുന്നു. നോട്ട് ഓൺലി വാസ് ഇറ്റ് സ്ട്രാറ്റിഫൈഡ്, കാസ്റ്റ് വൈസ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ കാസ്റ്റ് അട്രോസിറ്റീസ് വളരെ മാക്സിമം ആയിരുന്നു കേരളയിൽ. താണജാതിക്കാരെന്ന് പറയുന്ന ആളുകളെ വളരെ ക്രൂരമായിട്ട് ട്രീറ്റ് ചെയ്ത അപ്പർ കാസ്റ്റ് സ്റ്റോറീസൊക്കെ നമ്മൾ നമ്മുടെ പൂർവികന്മാരോട് കേട്ടിട്ടുണ്ട്. വി ഹവ് ഹേർഡ് ഫ്രം our forefathers how they were treated badly by the upper caste. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് കമ്മ്യൂണിസം made its entry. Kerala is the first and the only state in the world to have a legally elected communist regime in 1959. എന്നാൽ ഈ കുഴപ്പമെന്ന് പറഞ്ഞത് the problem started when Kerala began to become a welfare state without evaluating or matching wage increases with productivity. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഹോൾഡ് കൺസോളിഡേറ്റ് ചെയ്യാൻ വേണ്ടി അവർ ഈ പറഞ്ഞ ആളുകൾക്ക്, ഫാമേഴ്സ്, അങ്ങനെ ഡിപ്രസ്ഡ് ക്ലാസ്സസ്, പാവപ്പെട്ട ആളുകളെയൊക്കെയും അവർക്ക് ബെനിഫിറ്റ്സ് കൊടുക്കാൻ തുടങ്ങി ഫ്രം ദ സ്റ്റേറ്റ്സ് എക്സ്ചെക്കർ. എന്നാൽ കറസ്പോണ്ടിങ് ആയിട്ട് പ്രൊഡക്ടിവിറ്റി ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ നമ്മൾ കാണുന്നത്. ഒരു കമ്പനിയും ഒരു ഇൻഡസ്ട്രിയൽ യൂണിറ്റും കേരളയിൽ ഒരു പ്ലാന്റ് സെറ്റപ്പ് ചെയ്യാൻ അവർ ചിന്തിക്കത്തില്ല. ദേ വിൽ നോട്ട് തിങ്ക് ഓർ ഈവൻ കോണ്ടംപ്ലേറ്റ് സെറ്റിംഗ് അപ്പ് an industrial unit in Kerala. The reason is communist inspired trade unions, communist ideology inspired trade unions will not allow any organization to function professionally. Kerala is the only place where we had that kind of നോക്കുകൂലി എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് it can happen only in Kerala. അങ്ങനെ ഒരു റിഗറസ് ആയിട്ട് ഓൾ പെർവേസീവ് ആയിട്ടുള്ള ട്രേഡ് യൂണിയനിസം ആണ് കേരളയിലെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഡിസ്ട്രോയ് ചെയ്തത്. അതുപോലെ തന്നെ കേരളാസ് Communist Party politics has resulted in the death of agriculture. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. We know for that with the obvious reasons why agriculture is almost dead in Kerala. Now the question is, Congress നമ്മൾ പറയുമ്പോൾ it is actually almost a dead party. കാരണം കോൺഗ്രസിൽ അങ്ങനെ പറയപ്പെട്ട ചിന്തിക്കാൻ കഴിവുള്ള ആളുകൾ, ഞാൻ ചിന്തിക്കാൻ കഴിവുള്ള ഫ്രേസ് ഞാൻ ഉപയോഗിക്കുമ്പോൾ there is a contradiction, a paradox. ഏറ്റവും കൂടുതൽ ലിറ്ററസി ഉള്ള സ്റ്റേറ്റ് ആണ് കേരള. ബട്ട് there is a problem of scarcity among plenty. ഒരു കാര്യം അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ ചിന്തിച്ച് അത് എത്ര കോൺട്രവേഴ്ഷ്യൽ ആണെങ്കിലും അത് വോയിസ് ചെയ്യാൻ ആരും മുമ്പോട്ട് വരത്തില്ല. ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഐ ഡോണ്ട് വോണ്ട് ടു മെൻഷൻ ദാറ്റ് പേഴ്സൺ. ശശി തരൂരിനെ പറ്റി ആളുകൾ കേരളയിൽ പൊതുവേ ഒരു നല്ല പോസിറ്റീവ് ഇംപ്രഷനുള്ളത്. എന്നാൽ ദ പ്രോബ്ലം വിത്ത് ശശി തരൂർ ഇസ് അദ്ദേഹത്തിന് ഒരു ചിന്തിച്ച് ഫോർമുലേറ്റ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി പുള്ളിക്കില്ല. പുള്ളിയുടെ പാസ്റ്റ് അട്ടറൻസസ് നമ്മൾ നോക്കുമ്പോൾ കാഷ്വലായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് പിന്നെ പിൻവലിച്ചിട്ട് ഞാൻ ഇങ്ങനെയല്ല മീൻ ചെയ്ത് അങ്ങനെ മീൻ ചെയ്തെന്ന് പറഞ്ഞ് അപ്പോളജീസൊക്കെ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ശശി തരൂരിൻ്റെ ആദ്യത്തെ അട്ടറൻസ് ആയിരുന്നു പ്ലെയിനിൽ ട്രാവൽ ചെയ്യുമ്പോൾ കാറ്റൽ ക്ലാസ് എന്ന്
സാധാരണ ആളുകളെ കാറ്റിൽ ക്ലാസ് എന്ന് വിളിച്ച് ഒരു സിറ്റുവേഷൻ ഉണ്ട്. ആൻഡ് ദെൻ ഹി ഹാഡ് ടു ഇഷ്യൂ ആൻ അപ്പോളജി. അങ്ങനെ കാഷ്വലായിട്ട് ചിന്തിക്കാതെ കാര്യങ്ങൾ പറഞ്ഞ് കോൺട്രവേഴ്സിയിൽ കയറുന്ന ഒരാളാണ്. ശബരിമല ഇഷ്യൂവിൽ അദ്ദേഹം 2-3 പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ സ്റ്റാൻസ് പൊസിഷൻ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, നമുക്കറിയാവുന്ന കാര്യമാണ്. സോ ഈവൻ ദോ ഈസ് ഹൈലി എഡ്യൂക്കേറ്റഡ്, ഹൈ എഡ്യൂക്കേഷൻ ഡസ് നോട്ട് നെസസറിലി ട്രാൻസ്ലേറ്റ് ഇൻ ടു അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി. നമുക്കറിയാവുന്ന കാര്യമാണ്, വി കെ കൃഷ്ണമേനോൻ വാസ് വൺ ഓഫ് ദ മോസ്റ്റ് ഹൈലി എഡ്യൂക്കേറ്റഡ് ആൻഡ് ഇന്റലക്ച്വലി അക്കംപ്ലിഷ്ഡ് മാൻ ഇൻ കേരള. എന്നാൽ വി കെ കൃഷ്ണമേനോൻ വാസ് പ്രോബ്ലി ദ വേഴ്സ്റ്റ് ഡിഫൻസ് മിനിസ്റ്റർ ഇന്ത്യ has ever had. 1962 വാറിൽ ചൈനയുമായിട്ടുള്ള യുദ്ധത്തിൽ ഇന്ത്യ വാസ് ഡിഫീറ്റഡ് primarily because കൃഷ്ണമേനോൻ could not issue proper instructions. He could not equip the Indian military, the Indian army, with clothing and with ammunition and hardware. So being brilliant, കൃഷ്ണമേനോൻ്റെ സ്പീക്കിംഗ് കപ്പാസിറ്റി മനുഷ്യർക്ക് അറിയാമായിരിക്കും. ഹി സ്പോക്ക് ഫോർ 7 hours at the UN Security Council and then he collapsed. ഒരു പീസ് ഓഫ് പേപ്പർ കയ്യിലില്ലായിരുന്നു. 7 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ച ആളാണ് കൃഷ്ണമേനോൻ. അപ്പോൾ സ്പീക്കിംഗ് അല്ലെങ്കിൽ ഡിബേറ്റിംഗ് സ്കിൽസ് അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ അക്കംപ്ലിഷ്മെൻറ്റ് ആൻഡ് മാനേജറൽ ഓർ അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. That is the second fact, the second point. Congress is not in a position to challenge communism. Congress is not in a position to challenge the entrenchment of the Communist Party. Communist Party to hold, നമുക്ക് മനസ്സിലാക്കണം. First of all, if you take Indian society, 80% or 85% of the people in that society would come from the depressed classes, meaning scheduled caste, scheduled tribe, originally backward caste, and many other such layers of society. The upper class, the upper caste എന്ന് പറയുന്നത് they just form 10 or 15% of the population. ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ കേരളയിലെ ആളുകൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ എത്ര ഇൻഎഫിഷ്യൻ്റ് ആണെന്ന് പറഞ്ഞാൽ തന്നെ, ഈവൻ ഇഫ് ദി സേ ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇസ് ഇൻഎഫിഷ്യൻറ്റ്, people will not be able or will not give a vote to any party other than the CPM. So the next question is, what is Sabu Jacob doing? Is it relevant? സാധാരണ ഹിസ്റ്റോറിക്കലായിട്ട് ഒരു ബിസിനസ് ലീഡറും ഒരു പാർട്ടി ഫ്ലോട്ട് ചെയ്തിട്ട് സക്സസ്ഫുള്ളായിട്ട് വന്നിട്ടില്ല, ഹിസ്റ്റോറിക്കലി സ്പീക്കിംഗ്. വെദർ ഹീ ഈസ് ട്രൈങ് ടു എമ്യുലേറ്റ് ദി ആം ആദ്മി പാർട്ടി is not known, but 2020 is a party that has a historical relationship with an industrial group and with the founder of an industrial group. Yet സാബുവിന് വിൻ ചെയ്യണമെങ്കിൽ, if he has to win, there is a lot of effort to be done. ഒരു പഞ്ചായത്ത് പ്രോപ്പർ വിധത്തിൽ റൺ ചെയ്ത് അത് പ്രോഫിറ്റബിൾ ആകുന്ന is just one part of the story. The most important thing that he has to do is, number one, co-opt the intellectuals of Malayali society in Kerala and those from abroad. How do you co-opt people? We can have professors in business management, particularly business economics, managerial economics and macroeconomics, coming and talking to students at the college level and at the school level and telling them why Kerala is in the state, in a particular condition that it finds itself now. Trade unionismത്തിന്റെ നെഗറ്റീവ് ആസ്പെക്ട്സ് അവരോട് പറയണം. Trade unionism per se is not bad, but when you do things where you cripple the growth of industry, it has negative effects. Jobs, employment that should go to the people of Kerala will get shifted to other states or probably outside the country. The industrial development in the fundamental principle is to produce goods or services at a competitive cost, which means that wages must match productivity. Kerala particular problem എന്ന് പറയുന്നത് in agricultural scenarios or in an industrial setting, trade unionism decides the kind of wages that workers will have to get, which is wrong. ഒരു competitive world, in a competitive economy, it is the productive and managerial efficiencies that will decide the cost per unit of the product and the labor or wages that a worker is supposed to get.
നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഫ്ലറിഷിങ് ഇൻഡസ്ട്രിയിൽ ഒരു വർക്കറിന് കോമ്പറ്റീറ്റീവായിട്ട് അവൻ എഫിഷ്യൻ്റായിട്ട് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇഫ് ഹി ഡസ് നോട്ട് ഗെറ്റ് എ പ്രോപ്പർ വേജ് ഹി വിൽ ലീവ് ആൻഡ് ഗോ ടു അനദർ കോമ്പറ്റീറ്റർ ഹൂ വിൽ പ്രൊവൈഡ് എ മാച്ചിങ് വേജ്. അപ്പോൾ ഈ കോമ്പറ്റീഷൻ ആണ് ആവശ്യം. കോമ്പറ്റീഷന് വേണ്ടി വി നീഡ് ടു അലൗ കമ്പനീസ് ആൻഡ് പീപ്പിൾ ടു ഫ്ലറിഷ്. അത് വരാത്തോളം കാലം ആസ് ലോങ് ആസ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് പോളിസീസ് ആർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓർ ഇൻ ദ hands of leftist trade unions, there will be no industry developing. ഇത് തന്നെയാണ് നമ്മൾ agricultural issues need revival. You can organize field trips for students at the school and college levels to a typical farm. അവിടുത്തെ ആ വീട്ടിൻ്റെ ഉടമസ്ഥൻ വേണമെങ്കിൽ he can show them how agriculture is dying a slow death in the state. ഒരു കർഷകന് തൊഴിലാളിയെ വെച്ചിട്ട് ആദായം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ഹൗ ഡിഫിക്കൾട്ട് ഇറ്റ് ഇസ് വേണമെങ്കിൽ അത് നമുക്ക് കോൺക്രീറ്റ് ആയിട്ട് കാണിച്ചു കൊടുക്കാം. റബ്ബർ ഒരു കാലത്ത് ഒരു ആളുകൾക്ക് ഇക്കണോമിക് പ്രോസ്പെരിറ്റി ത്രൂ അഗ്രികൾച്ചറൽ ഫാമിംഗ് പോളിസീസ് എന്ന് പറഞ്ഞ് ഒരു ഗ്രീൻ ലൈറ്റ് ആയിരുന്നു. ഇറ്റ് വാസ് എ ബീക്കൺ ഓഫ് ഹോപ്പ്. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നത്തെ കാലത്ത് റബ്ബർ വെട്ടാൻ തൊഴിലാളികളില്ല, റബ്ബർ ടാപ്പ് ചെയ്യാൻ തൊഴിലാളികളില്ല, ബിക്കോസ് നോബഡി വാണ്ട്സ് ടു കം ഫോർവേഡ്. There is another aspect to the Malayali's character. Scarcity among plenty എന്ന് പറഞ്ഞ ഒരു പാരഡോക്സാണ്. ഒരു മലയാളിക്ക്, ഒരു പുരുഷന് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ജോലി ഇല്ലെങ്കിൽ തന്നെ അവർക്ക് 3 നേരം ആഹാരം വേണം. they will live a comfortable life. എന്നാൽ മുഷിഞ്ഞ് പണി ചെയ്യാൻ ആരും ആഗ്രഹിക്കുന്നില്ല. ഒരു സ്ത്രീക്ക് ഒരു പുരുഷന് പഠിത്തമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഫാമിങ്ങിന് പോകത്തില്ല, അല്ലെ അവരുടെ മാച്ചിങ് ആയിട്ടുള്ള അവരുടെ കഴിവ് അനുസരിച്ചുള്ള ജോലികൾക്ക് അവർക്ക് പോകത്തില്ല, ബിക്കോസ് ദേ ഫീൽ ഇറ്റ് ഇസ് ബിലോ ദെയർ ഡിഗ്നിറ്റി. അതുകൊണ്ട് that is why we are having a shortage of labor even though you have massive unemployment in Kerala. The third point is people, Malayalis who have settled abroad must come to Kerala. They must interact with students at the school and university levels through the 2020 party functionaries and tell them how leftist trade union policies are destroying Kerala. They can give the examples of their own lives in the US and in Europe, where conditions are enabling for people to flourish and develop and hone their skills and talents. So the 2020 party has a huge set of work that they have to accomplish before they can even think of competing at the local and the national level. Thank you. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.